ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ സൊല്യൂഷൻസിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടേ. സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ സൊല്യൂഷൻ ഓഫ് ടു കമ്പോണൻസ് containing n1 moles of first component, n2 moles of second component is prepared. m1 and m2 are the molecular weights of components 1 and 2. If d is the density of the solution, c2 is the molarity and x2 is the mole fraction. Then find c2. അതായത് രണ്ട് കമ്പോണൻറ്റ് മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ മേക്ക് ചെയ്തു. ആ കമ്പോണൻസിന് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട് n1 ആൻഡ് n2. ദെൻ കമ്പോണൻസിൻ്റെ മൊളാരിറ്റി, സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട് c2, സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് x2. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റി ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കുക. അക്തർ സൂര്യൻ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്കിവിടെ ഇത് ആദ്യം തന്നെ രണ്ട് കമ്പോണൻസ് ആണ് ഇവിടെ ഉള്ളത്. കമ്പോണൻറ്റ് 1, കമ്പോണൻറ്റ് 2. എന്തൊക്കെ ടേമുകളാണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് കമ്പോണൻറ്റ് നമ്പർ ഓഫ് മോൾസ് n1, സെക്കൻഡ് കമ്പോണൻറ്റ് നമ്പർ ഓഫ് മോൾസ് n2. Then m1 and m2 are the molecular weights of components 1 and 2. അപ്പോൾ molecular weight of component 1 m1, second one m2. Then density of solution തന്നിട്ടുണ്ട് d and unit gram per milliliter ആണ്. Okay. And c2 is the molarity of second component. c2 is the molarity of second component. And x2 is the mole fraction of second component, x2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ c2 കണ്ടുപിടിക്കാം, മൊളാരിറ്റി ഓഫ് കമ്പോണൻറ്റ് 2. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് 1 തന്നിട്ടുണ്ട്, മോളിക്കുലാർ വെയിറ്റ് ഓഫ് കമ്പോണൻറ്റ് 1 തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ്, മോളിക്കുലാർ വെയിറ്റ്, മോൾ ഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റി ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കുക. അപ്പം ഡെൻസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതാണ് ആദ്യമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മാസ് പെർസെൻറ്റേജ് x into density into 10 divided by molecular mass of component 2. Okay, അപ്പോൾ molarity density relation, molarity is equal to x into d10 divided by molecular mass of component 2. X is the mass percentage of component 2, and density, d is the density of solution, and divided by molecular mass of component 2. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. മൊളാരിറ്റി ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് c2 ആൻഡ് മാസ് പെർസെൻറ്റേജ് എക്സ് എന്ന് തന്നെ എഴുതാം, എക്സ് ഇൻറ്റു ഡി 10 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് കമ്പോണൻറ്റ് 2. അതിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് m2. ഓക്കെ, ഇനി ഇവിടെ എക്സിന് റീസബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷനിലേക്കുള്ള ആൻസറിലേക്ക് വരുത്താൻ പറ്റുമോ നോക്കാം. എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാസ് പെർസെൻറ്റേജ് എക്സ് എങ്ങനെയാണ് കാണുക? മാസ് ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് കമ്പോണൻറ്റ് ഇൻറ്റു 100. അപ്പോൾ മാസ് ഓഫ് കമ്പോണൻറ്റ് ഇവിടെ സെക്കൻഡ് കമ്പോണൻറ്റിനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ മാസ് ഓഫ് കമ്പോണൻറ്റ് 2 W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2 ഇൻറ്റു 100. ഓക്കെ, ദെൻ മാസിന് ഇൻ ടേംസ് ഓഫ് മോളിക്കുലാർ വെയിറ്റ് ആൻഡ് നമ്പർ ഓഫ് മോൾസിന് എങ്ങനെ എഴുതാം? നമ്മുടെ ഓപ്ഷനിൽ മൊത്തം മോളിക്കുലാർ വെയിറ്റിലാണ് തന്നിരിക്കുന്നത്. മോളിക്കുലാർ വെയിറ്റ് ഉണ്ട്, മോൾ ഫ്രാക്ഷൻ ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ ഈ മാസിനെ മോളിക്കുലാർ വെയിറ്റിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ ഗിവൺ മാസ് എന്ത് വരും? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. Given mass is equal to number of moles into molecular mass. അപ്പോൾ എക്സ് പെർസെൻറ്റേജിനെ
മോളിക്കുലാർ വെയ്റ്റിൻ്റെ ടൈംസിലേക്ക് മാറ്റാം. W2 എന്ത് വരും? നമ്പർ ഓഫ് മോൾസ് N2 ഇൻറ്റു മോളിക്കുലാർ വെയ്റ്റ് M2 ഡിവൈഡഡ് ബൈ N1 M1 പ്ലസ് N2 M2. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എക്സ് ഇസ് N2 M2. then ഇവിടെ ഒരു 100 ഉണ്ട് ഇൻറ്റു 100. അപ്പോൾ D ഇൻറ്റു 10 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ N1 M1 പ്ലസ് N2 M2 ഇൻറ്റു M2. ഓക്കെ, then ഇവിടെ M2 M2 ക്യാൻസലായി പോവും. ഇനി ബാക്കി വരുന്നത് C2 is equal to N2D into 1000 divided by N1 M1 plus M2 M2. Okay. Then ന്യൂമറേറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി വന്നിട്ടുണ്ട്, ദെൻ മോളിക്കുലാർ വെയിറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ വരുത്തേണ്ട ടേം ഏതാണ്? ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ്റെ ഫോർമുല നമുക്കൊന്ന് എഴുതി നോക്കാം. മോൾ ഫ്രാക്ഷൻ X2, that is number of moles of second component divided by total number of moles of all the components. Okay, അപ്പോൾ ഇവിടെ റീസബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിൽ N2 ഉണ്ട്. അപ്പോൾ N2 ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് വരും? N2 is equal to N1 plus N2 into X2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റീസബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്ത് വരും? N2 is equal to N1 plus N2 into X2 into D into 1000 divided by N1 M1 plus N2 M2. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മളിവിടെ മോൾ ഫ്രാക്ഷൻ X2 വരുത്തി. ഇനി എന്താണ് ചെയ്യേണ്ടത്? മോളിക്കുലാർ വെയിറ്റ് M1ഉം M2 വേണം, ഡെൻസിറ്റി ഉണ്ട്, ദെൻ മോൾ ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലെ ടൈം ഏത് കളയണം? നമ്പർ ഓഫ് മോൾസ് N1 പ്ലസ് N2. N1ൻ്റെ ടൈമും N2ൻ്റെ ടൈമും കളയണം. അത് കളയാൻ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യുക? N1 പ്ലസ് N2 വെച്ച് ഡിവൈഡ് ചെയ്യുക. N1 പ്ലസ് N2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ന്യൂമറേറ്റർ C2 is equal to X into D into 1000. X എന്ന് പറയുമ്പോൾ ഇവിടെ X2. ഓക്കെ, N1 പ്ലസ് N2 ക്യാൻസൽ ആയിപ്പോയി. താഴെ വരുമ്പോൾ N1 M1 divided by N1 plus N2 plus N2 M2. N2 by N1 plus N2 M2. Okay. By X2 density into 1000 by N1 by N1 plus N2. എന്താണ്? That is mole fraction of component 1 into M1 plus N2 by N1 plus N2 mole fraction of second component into M2. ഓക്കെ, ഇനി ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ മോൾ ഫ്രാക്ഷൻ സെക്കൻഡ് കമ്പോണൻ്റ് ഉണ്ട്. ദെൻ ഡിനോമിനേറ്ററിൽ നോക്കുകയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് മാത്രമാണ് എല്ലാ ഓപ്ഷനിലും ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? സെക്കൻഡ് കമ്പോണൻ്റ് മോൾ ഫ്രാക്ഷൻ മാത്രം വരുത്തണം. അപ്പോൾ X1നെ ഇൻ ടേംസ് ഓഫ് എന്ത് ചെയ്യുക? X2ൻ്റെയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ X1 is equal to 1 minus X2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. X2 ഡെൻസിറ്റി 1000 divided by 1 minus X2 into M1 plus X2 M2. അപ്പോൾ ഫൈനൽ എന്ത് വരും? X2 D 1000 divided by മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ M1 minus X2 M1 plus X2 M2. അപ്പോൾ ഇതിൽ X2 കോമൺ ആണ്, പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? X2 ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M1 പ്ലസ് X2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ M2 മൈനസ് M1 വരും. ഫൈനൽ ആൻസർ X2 ഇൻറ്റു D ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M1 പ്ലസ് X2 ഇൻറ്റു M2 മൈനസ് M1. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. D into X2 1000 M1 plus X2. Yes, option C is the correct answer. സൂര്യൻ കമൻറ്റ് ചെയ്ത് കറക്റ്റാണ്. ചെയ്ത് കിട്ടിയോ? ഓക്കെ ആണോ? ചെയ്ത സ്റ്റെപ്സൊക്കെ മനസ്സിലായോ?
വേറൊന്നുമില്ല, മൊളാരിറ്റിയുടെ ഫോർമുല കൊടുത്തു ഇൻ ടൈംസ് ഓഫ് ഡെൻസിറ്റി. ദെൻ മാസ് പെർസെൻറ്റേജിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ദെൻ മാസ് പെർസെൻറ്റേജ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം അതിലേക്ക് മോൾ ഫ്രാക്ഷൻ വരുത്തി. ദെൻ നമ്പർ ഓഫ് മോൾസ് N1 N2 ക്യാൻസൽ ചെയ്യാനുള്ള വഴികൾ നോക്കി. ദെൻ ഡയറക്റ്റ് ആൻസറിലേക്ക് വന്നു. ഓക്കെ ആണല്ലോ. The first question answer is C. That is x2 into d into 1000 divided by m1 plus x2 into m2 minus m1. Clear ആണോ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, the vapor pressure of pure liquids A and B are 400 and 600 mmHg. On mixing two liquids, the sum of their initial volumes is equal to the volume of final mixture. The mole fraction of liquid B is 0.5 in the mixture. The vapor pressure of the final solution, the mole fraction of the components A and B in vapor phase. അതായത് രണ്ട് ലിക്വിഡ്സ് ഏതൊക്കെയാണ്? ലിക്വിഡ് എയും ലിക്വിഡ് ബിയും. ഇത് രണ്ടും മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ലിക്വിഡ് എയുടെ വേപ്പർ പ്രഷർ, ലിക്വിഡ് എയുടെ പ്യുവർ ലിക്വിഡ് എയുടെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട് 400. ദെൻ ലിക്വിഡ് ബിയുടെ പ്യുവർ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് P0B 600. രണ്ടും മില്ലിമീറ്റർ മെർക്കുറിക് പ്രഷറിലാണ് തന്നിരിക്കുന്നത്, mmHg. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് ബി ഇസ്, സൊല്യൂഷനിലായിരിക്കുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് ബി, that is xp, മോൾ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് ഇൻ ദ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അവിടെ തന്നിരിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ബി ഇൻ ദ സൊല്യൂഷൻ ഫേസ്. സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ തന്നിരിക്കുന്നു 0.5, that is 1/2. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻസ് എ ആൻഡ് ബി ഇൻ വേപ്പർ ഫേസ് ആൻഡ് ടോട്ടൽ പ്രഷറും കണ്ടുപിടിക്കണം. മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻസ് എ ആൻഡ് ബി ഇൻ ദ വേപ്പർ ഫേസ്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണം, ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് എ ഇൻ ദ വേപ്പർ ഫേസ് കണ്ടുപിടിക്കണം, മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇൻ ദ വേപ്പർ ഫേസും കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായ? രണ്ട് ലിക്വിഡ്സിൻ്റെ വേപ്പർ പ്രഷർ, പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. ദെൻ അത് രണ്ടും മിക്സ് ചെയ്തു, ഒരു സൊല്യൂഷനാക്കിയതിന് ശേഷം സൊല്യൂഷൻ മിക്സറിലെ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ബി ഇൻ ദ സൊല്യൂഷൻ ഫേസ് തന്നു 1/2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ എത്രയാണ്? അതുപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് എ ഇൻ ദ വേപ്പർ ഫേസ് എത്രയാണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ബി ഇൻ ദ വേപ്പർ ഫേസ് എത്രയാണ്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ പ്രഷർ റൗൾസ് ലോ പ്രകാരം, അക്കോർഡിംഗ് ടു റൗൾസ് ലോ പ്രകാരം ടോട്ടൽ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ പ്രഷർ ഇൻ എ ലിക്വിഡ് സൊല്യൂഷൻ P01 x1 പ്ലസ് P02 x2. ഇപ്പോൾ ഇവിടെ ലിക്വിഡ് എ ആയതുകൊണ്ട് P0A XA പ്ലസ് P0B XB. then ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ലിക്വിഡ് സൊല്യൂഷനാണ്. അപ്പോൾ ഇവിടുത്തെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഫേസിലെയാണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി സൊല്യൂഷൻ ഫേസ്. ഓക്കെ, ദെൻ XB തന്നിട്ടുണ്ട് സൊല്യൂഷൻ ഫേസിലെ മോൾ ഫ്രാക്ഷൻ. അപ്പോൾ XA അറ്റ് സൊല്യൂഷൻ ഫേസ് എത്രയായിരിക്കും? ടോട്ടൽ വരുന്നത് 1 ആണ്. അപ്പോൾ 1 - 1/2, ദാറ്റ് ഈസ് 1/2. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P0A, that is 400 into 1/2 plus P0B 600 into 1/2, that is 200 plus 300, that is 500 mmHg. അപ്പോൾ ടോട്ടൽ പ്രഷർ കിട്ടി 500 mmHg. അപ്പോൾ അതിൽ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സിയോ ഡിയോ ആണ്. അപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ഇൻ ദ വേപ്പർ ഫേസ്. മോൾ ഫ്രാക്ഷൻ ഇൻ ദ വേപ്പർ ഫേസ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യേണ്ടത് റൗൾസ് ലോ അല്ല, ഡാൽട്ടൺസ് ലോ അപ്ലൈ ചെയ്യണം. മോൾ ഫ്രാക്ഷൻ ഇൻ ദ വേപ്പർ ഫേസ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ഡാൽട്ടൺസ് ലോ അപ്ലൈ ചെയ്യണം. ഇനി എന്താണ് ഡാൽട്ടൺസ് ലോ? partial vapor pressure of a gas is equal to total pressure into mole fraction of component in the vapor phase.
അതേപോലെ PB is equal to total pressure into mole fraction of component B in the vapor phase. Okay. അപ്പോൾ ഇതിൽ പി എ എന്ന് പറയുന്നത് എന്താണ്? പി എ ദാറ്റ് ഈസ് ഈക്വൽ ടു റൗൾസ് ലോ പ്രകാരം ദാറ്റ് ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു റൗൾസ് ലോ ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ഫേസ്. P0A എത്രയാണ്? 400 ഇൻറ്റു സൊല്യൂഷൻ ഫേസിലെ 1/2 that is 200. And P0B into mole fraction of component B in the solution phase. PB 600 ആണ് into 1/2 that is 300. Okay. ഇനി ഡാൽട്ടൺസ് ലോയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ കിട്ടും. ഇപ്പോൾ ഇവിടെ 200 is equal to ടോട്ടൽ പ്രഷർ ഓൾറെഡി കണ്ടുപിടിച്ചു 500 into mole fraction of component A in the vapor phase. അപ്പോൾ ഇവിടെ mole fraction of component in the vapor phase എന്ത് വരും? 200 by 500. 200 by 500. അപ്പോൾ ഇവിടെ 2 by 5 that is 0.4 വരും. 0.4. And XB in the vapor phase. PB 600 ആണ് divided by total pressure 500. ഇപ്പോൾ ഇവിടെ 6/5 അല്ലേ? 60/5. 1 minute. 600 അല്ല, 600ന് ക്യാൻസൽ ചെയ്ത് 300 ആണ് വരിക. 300 ഡിവൈഡഡ് ബൈ 500. ഇപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്താൽ 3/5. 30/5 എന്ന് പറയുമ്പോൾ 0.6 വരും. 0.6. അപ്പോൾ ആൻസർ ടോട്ടൽ പ്രഷർ 500. Then in vapor phase XA 0.4. In vapor phase XB 0.6. അപ്പോൾ ആൻസർ വരുന്നത് യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്തോളാം. മോൾ ഫ്രാക്ഷൻ ഫോർമുല അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റൗൾസ് ലോയിലുള്ള മോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ ദറ്റ് ഇസ് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ഫേസ്. ഡാൽട്ടൺസ് ലോയിലാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ഇൻ ദ വേപ്പർ ഫേസ്. ഓക്കെ, ഈ രണ്ട് കാര്യം അറിഞ്ഞാലാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസും മോൾ ഫ്രാക്ഷൻ ഇൻ ദ സൊല്യൂഷൻ ഫേസ്. ഓക്കെ ആണോ? ഇപ്പോൾ ഇത്രയും ചെയ്തത്? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ മൊളാലിറ്റി? മൊളാലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊളാലിറ്റി ഓഫ് 20% മാസ് ബൈ മാസ് അക്വസ് സൊല്യൂഷൻ ഓഫ് KI. മൊളാർ മാസ് ഓഫ് KI തന്നിട്ടുണ്ട്. മൊളാലിറ്റി കണ്ടുപിടിക്കണം. മൊളാലിറ്റി ഫോർമുല എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവൻറ്റ് ഇൻ കിലോഗ്രാം. മൊളാലിറ്റി. അപ്പോൾ ഇവിടെ 20% മാസ് ബൈ മാസ് തന്നിട്ടുണ്ട്. ഈ 20% മാസ് ബൈ മാസിൻ്റെ മീനിങ് എന്താണ്? കമ്പോണൻറ്റ് 2 20 ഗ്രാം ആയിരിക്കും. അതേപോലെ കമ്പോണൻറ്റ് 1 80 ഗ്രാം ആയിരിക്കും. ആൻഡ് ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ 100 ഗ്രാം ആയിരിക്കും. അതായത് 100 ഗ്രാം സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 20 ഗ്രാം കമ്പോണൻറ്റ് 2 ബാക്കി വരുന്നത് കമ്പോണൻറ്റ് 1. ഓക്കെ, 20 ഗ്രാം സൊല്യൂട്ടും ബാക്കി വരുന്ന 80 ഗ്രാം സോൾവൻറ്റും ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാസ് ഓഫ് കമ്പോണൻറ്റ് 2 മാസ് ഓഫ് കമ്പോണൻറ്റ് 1 കിട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് 20 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട് 166. ദെൻ മാസ് ഓഫ് സോൾവൻറ്റ് ഇൻ കിലോഗ്രാം 80/1000 ഇവിടേക്കും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2000/166 ഇൻറ്റു 8. ഇപ്പോൾ ഇവിടെ 1000 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 83. ദെൻ 500 for 250/2. That is 250/166. 250/166. ഇപ്പോൾ എത്രയാണെന്ന് നോക്കാം. ആൻസർ കിട്ടിയവർ കമൻറ്റ് ചെയ്യാം. 250/166 70 34 84.
84, 166 almost 5 times. Yes, 830. ഇപ്പോൾ ഇവിടെ 830 വരും, 5 ടൈംസ് ആണ്. ഇപ്പം തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം ആൻസർ കിട്ടി 1.5 സംതിങ്. അങ്ങനെയുള്ള ആൻസർ ഒരെണ്ണേ ഉള്ളൂ. Therefore, the correct answer is option A, 1.51. എനിക്കൊന്നും കാണുന്നില്ല. അയ്യോ, ഞാനിപ്പോൾ ഓക്കെ സോറി, ഞാൻ എഴുതിയത് വൈറ്റ് വെച്ചല്ല എഴുതിയത്, കളറ് വേറെയാണ്, പക്ഷെ അത് ഡിസ്പ്ലേ ആയില്ല എന്ന് മാത്രം. ഓക്കെ, ഇപ്പം ഞാനതിപ്പോൾ ഒന്നുകൂടെ ചെയ്യാം. ഈ കളർ ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇപ്പം ക്ലിയർ അല്ലേ? ഈ കളേഴ്സ് ഒക്കെ ആണോ? ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നോടെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ മൊളാലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. മൊളാലിറ്റി ഫോർമുല M is equal to number of moles of solute divided by mass of solvent in kilogram. ഓക്കെ, അപ്പോൾ ഇവിടെ മൊളാലിറ്റി കണ്ടുപിടിക്കാനായിട്ട് മാസ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നു. മാസ് പെർസെൻറ്റേജിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ്റെ മാസ് 100 ഗ്രാമിൽ, സൊല്യൂഷൻ്റെ മാസ് എടുക്കുകയാണെങ്കിൽ 100 ഗ്രാം ആയിരിക്കും. ദാറ്റ് ഈസ് സൊല്യൂഷൻ മാസ് ഇസ് ഈക്വൽ ടു 100 ഗ്രാം. സൊല്യൂട്ടിൻ്റെ മാസ്, അതായത് W2 is equal to തന്നിരിക്കുന്ന പെർസെൻറ്റേജ് വിത്ത് യൂണിറ്റ് ഗ്രാം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 20 ഗ്രാം. 100 ഗ്രാം സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 20 ഗ്രാം സൊല്യൂട്ട്, ബാക്കി വരുന്നത് സോൾവെൻറ്റ്. ഇപ്പോൾ W1 എത്രയായിരിക്കും? 80 ഗ്രാം. ഓക്കെ, അപ്പോൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് 20, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് 166. ദെൻ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം, 80 ഗ്രാമിന് കിലോഗ്രാം ആക്കി 80 by 1000. ഇത് രണ്ടും ക്യാൻസലായി, ബാക്കി 2000 by 166 ഇൻറ്റു 8. ഇവിടെ ക്യാൻസൽ ചെയ്യാം 1000, ഇവിടെ 83. ദെൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നു 1000ഉം 8ഉം ക്യാൻസൽ ചെയ്യാം 4. ദെൻ 500ഉം 4ഉം ക്യാൻസൽ ചെയ്തു 2. അപ്പോൾ ഫൈനൽ വരുന്നത് 250 by 166. ഓക്കെ ആണ്. ഇനി ഇത് കണ്ടുപിടിക്കുക. 250 by 166, ഇവിടെ 166, 84, 840. ഇവിടെ ഓൾറെഡി നേരത്തെ ചെയ്തായിരുന്നു. 166 into 5 എന്നുള്ളത് 830 ആണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, കാരണം ഓപ്ഷൻ എയിൽ ആൻസർ ഉണ്ട് 1.51. ആൻസർ ഈസ് 1.5 സംതിങ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ ചെയ്തത് ഓക്കെ ആണോ? ഇപ്പം ക്ലിയർ ആണോ? ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ ചെയ്തത്? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ സോൾവെൻറ്റ് ഇൻ aqueous സൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട് ഇസ് 0.8. അപ്പോൾ സൊല്യൂഷൻ തന്നിരിക്കുന്നത് ഒരു aqueous സൊല്യൂഷനാണ്. aqueous സൊല്യൂഷൻ, aqueous സൊല്യൂഷൻ ആണെങ്കിൽ ഓർത്തോളുക, aqueous സൊല്യൂഷൻ ആണെങ്കിൽ ഓർത്തോളുക സോൾവെൻറ്റ് എന്നാൽ വാട്ടർ ആയിരിക്കും. ഒരു aqueous സൊല്യൂഷൻ ആണെങ്കിൽ സോൾവെൻറ്റ് എപ്പോഴും വാട്ടർ ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മോൾ ഫ്രാക്ഷൻ ഓഫ് എ സോൾവെൻറ്റ് in aqueous solution is 0.8.
then molality of this aqueous solution is, മോൾ ഫ്രാക്ഷൻ തന്നിട്ട് മൊളാലിറ്റി കണ്ടുപിടിക്കുക. മൊളാലിറ്റി, അപ്പോൾ മോൾ ഫ്രാക്ഷനും മൊളാലിറ്റിയും തമ്മിലുള്ള റിലേഷൻ അത് എഴുതി കഴിഞ്ഞാൽ അതറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ, മൊളാലിറ്റി എം ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് ഇൻറ്റു 1000 divided by mole fraction of solvent of first component into molecular mass of solvent. Relation mole fraction and molality relation, x2 into 1000 by x1 into molecular mass of solvent. Okay, അപ്പോൾ ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇതിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ. Mole fraction of a solvent in aqueous solution of a solute is 0.8. ഇവിടെ തന്നിരിക്കുന്നു mole fraction of a solvent 0.8. Then mole fraction of solute അപ്പോൾ എന്ത് വരും, 1 minus 0.8 0.2. Okay. ഇനി molecular mass of solvent M1, that is aqueous solution water ആണ്, molecular mass 18 ആണ്. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. മൊളാലിറ്റി 0.2 into 1000 by 0.8 into 18. 1000 by 18 is a constant, 55.55 ആണ്. ഇപ്പോൾ ഇവിടെ 28 ക്യാൻസൽ ചെയ്യാം, ഇപ്പോൾ ഇവിടെ 4 വരും. 1000 by 18 is 55.55, 55.55 by 4. ഇനി അപ്രോക്സിമേറ്റ് ചെയ്യാം, 55.55 നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്താൽ 56 വരും. അപ്പോൾ ആൻസർ അപ്രോക്സിമേറ്റ്ലി 56/4 വരും. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ 28/2, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 14 വരും. അപ്രോക്സിമേറ്റ്ലി 14 വരുന്ന ആൻസർ യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്, സൂര്യൻ കമൻറ്റ് ചെയ്ത കറക്റ്റാണ്, ഓപ്ഷൻ ഡി. ഓക്കെ ആണോ? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ റിലേഷൻ ഓർത്തിരിക്കുക, മോൾ ഫ്രാക്ഷൻ ആൻഡ് മൊളാലിറ്റി റിലേഷൻ. ഓക്കെ, x2 into 1000 by x1 into molecular mass of solvent. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 8 gram of NaOH is dissolved in 18 gram of water. ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ NaOH പ്ലസ് വാട്ടർ ആണ്. ഇതിൽ NaOH എത്ര ഡിസോൾവ് ചെയ്തു? 8 gram. ആൻഡ് H2 എത്ര ഡിസോൾവ് ചെയ്തു? H2 എത്രയാണ് യൂസ് ചെയ്തത്? 18 gram. 8 gram NaOH 18 gram വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്തു. മോൾ ഫ്രാക്ഷൻ ഓഫ് NaOH ഇൻ സൊല്യൂഷൻ ആൻഡ് മൊളാലിറ്റി. മോൾ ഫ്രാക്ഷൻ ഓഫ് NaOH കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടുത്തെ സൊല്യൂട്ട് കമ്പോണൻറ്റ് 2 NaOH ആണ്, കമ്പോണൻറ്റ് 1 വാട്ടർ ആണ്. കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 2 കണ്ടുപിടിക്കണം ആൻഡ് മൊളാലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ മോൾ ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ആൻഡ് മൊളാലിറ്റി റിലേഷൻ ചെയ്താൽ മതി. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 2, ഫോർമുല നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ്. N2 ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. NaOH ഗിവൺ മാസ് 8 വരും, ബൈ NaOH മോളിക്കുലാർ മാസ്, ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. സോഡിയം 23 പ്ലസ് 16 പ്ലസ് 1, ഓക്സിജൻ അറ്റോമിക് മാസ് 16, ഹൈഡ്രജൻ 1. അപ്പോൾ ഇവിടെ 40 വരും, ബൈ N1 18 ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ 18 പ്ലസ് 8/40. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 1. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1/5 ബൈ 1 പ്ലസ് 1/5. ഇപ്പോൾ ഇവിടെ 1/5 ബൈ 6/5 ക്യാൻസൽ ചെയ്താൽ 1/6 വരും. 1/6 ഓൾമോസ്റ്റ് എത്ര വരും? 4 1.6. ഓക്കെ, 10/6 is 1.6. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ 0.16.
അപ്പം അങ്ങനെ വരുന്ന ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനിൽ ആദ്യത്തെ വാല്യൂ ആണ് മോൾ ഫ്രാക്ഷൻ. ഇപ്പോൾ ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി അല്ല. അപ്പോൾ ഓപ്ഷൻ എയും ആകാം, ഓപ്ഷൻ ബിയും ആകാം. അപ്പോൾ അതിനു വേണ്ടി എന്ത് കണ്ടുപിടിക്കണം? മൊളാലിറ്റി കണ്ടുപിടിക്കണം. മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ റിലേഷൻ ഓൾറെഡി എഴുതിയതാണ്. മൊളാലിറ്റി എം ഇസ് ഈക്വൽ ടു x2 into 1000 divided by x1 into molecular mass of solvent. x2 ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. x2 1/6 എന്ന് ഓൾറെഡി കണ്ടുപിടിച്ചു. 1/6 divided by x1 1 minus 1/6 that is 5/6 into molecular mass of solvent. ഇപ്പോൾ ഇവിടെ വാട്ടർ ആണ് 1000/18. ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1000/18 ഓൾറെഡി പറഞ്ഞു 55.55. ദെൻ 6ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ താഴെ വരിക 1/5. ആൻസർ എന്ത് വരും? 11.11. അപ്പോൾ മൊളാലിറ്റി 11.11 വരും. അങ്ങനെയുള്ള ഓപ്ഷൻ യെസ്, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? 11.11. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 18 gram glucose is added to 178 gram water. The vapor pressure of water for this aqueous solution is. അതായത് ഒരു പർട്ടിക്കുലർ ബീക്കറിൽ 178.2 gram വാട്ടർ എടുത്തേക്കാണ്. 178.2 gram. അതിലേക്ക് 18 gram ഗ്ലൂക്കോസ് ആഡ് ചെയ്തു. 18 gram ഗ്ലൂക്കോസ് ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 18 gram ഗ്ലൂക്കോസ് വാട്ടറിൽ ആഡ് ചെയ്തതിന് ശേഷം വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ എത്രയാണ്? വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ എത്രയാണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇവിടെ ബീക്കറിൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ P10 വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ എത്ര വരും? വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ടോർ, that is equal to 1 atmosphere, that is equal to 760 torr. 760 torr. Then ഒരു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷം വാട്ടർ മോളിക്യൂളിൻ്റെ വേപ്പർ പ്രഷർ അവിടെ ഡിക്രീസ് ചെയ്യും. ആ വേപ്പർ പ്രഷർ എന്തായിട്ട് മാറും? P1 ആയിട്ട് മാറും. അപ്പോൾ P1 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിലേറ്റീവ് ലവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇക്വേഷൻ P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10 is equal to x2, that is equal to N2 by N1. P10 pure component in the vapor pressure 760 minus P1 by 760 is equal to number of moles of glucose, that is N2, given mass 18 divided by molecular mass of glucose 12 into 6 plus 12 plus 16 into 6. ഫൈനൽ ആൻസർ ആഡ് ചെയ്ത് വരുമ്പോൾ 180 വരും. മോളിക്കുലാർ മാസ് 180. ഓക്കെ, ദെൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് 178.2 ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 80. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈനൽ കാൽക്കുലേഷൻ 760 മൈനസ് P1 ബൈ 760 18 by 180. ഈ വാല്യൂ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ദറ്റ് ഈസ് 180ലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ വരും. ഇവിടെ രണ്ടിടത്തും 10. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോൾ 760 മൈനസ് P1 ബൈ 760 is equal to 1/100, that is 0.01. Okay, then cross multiply the 760 minus P1, 760 into 0.01, 7.60. Okay, but P1 is equal to 760 minus 7.60. But 752.40. 752.40
ടോറു വരും. ആൻസർ യെസ്, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, the density of solution prepared by dissolving 120 gram of urea in 1000 gram of water is 1.15. Molarity of this solution is, already ചെയ്തതാണ്. molarity density of solution തമ്മിലുള്ള relation, molarity M is equal to mass percentage of solute into density into 10 divided by molecular mass of solute. Okay, molecular mass of solute. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി 1.15 gram per milliliter. ദെൻ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്, ഇവിടെ സൊല്യൂട്ട് യൂറിയ ആണ്. യൂറിയയുടെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് 60 gram. ഓക്കെ, ഇനി ഇവിടെ കണ്ടുപിടിക്കാൻ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആൻസറായി. മാസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. മാസ് ഓഫ് സൊല്യൂട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് 120 gram യൂറിയ ആണ്. ഡിവൈഡഡ് ബൈ 120 gram യൂറിയയും 1000 gram വാട്ടറും സൊല്യൂഷൻ മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 1120 ഇൻറ്റു 100. അപ്പോൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ 120 ഡിവൈഡഡ് ബൈ 1120 ഇൻറ്റു 100 ഇൻറ്റു ഡെൻസിറ്റി 1.15 ഇൻറ്റു 10 മോളിക്കുലാർ മാസ് 60. ക്ലിയർ? അപ്പോൾ ഇനി കാൽക്കുലേഷൻ. അപ്പോൾ ഇനി ആൻസർ എത്ര വരും? 120 100 1.15 115 എന്ന് എഴുതാം ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 1120 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാം, 2 വരും. അപ്പോൾ ഇവിടെ 230 ദെൻ ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 1120. 0 ക്യാൻസൽ ചെയ്താൽ 230 ബൈ 112. 230 ബൈ 112. ഇനി കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. 112ൻ്റെ ഡബിൾ ആണ് 224. ആൻസർ വിൽ ബി 2 പോയിൻറ്റ് സംതിങ് വരും. 2 പോയിൻറ്റ് സംതിങ്. അപ്പം അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? ദറ്റ് ഈസ് ഓപ്ഷൻ സി. 2 പോയിൻറ്റ് സംതിങ് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദറ്റ് ഈസ് ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഇപ്പം ചെയ്തത് ക്ലിയർ ആണോ? മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഇക്വേഷൻ എഴുതി. ഡെൻസിറ്റി തന്നിട്ടുണ്ട്, മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്. ദെൻ മാസ് പെർസെൻറ്റേജ് ജസ്റ്റ് കണ്ടുപിടിച്ചു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അത്രയേ ഉള്ളൂ. ഓക്കെയാണ് ആൻസർ 2.05 വന്നത്. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. 2 liquids X and Y form an ideal solution. 2 ലിക്വിഡ് എക്സും വൈയും, ഇത് രണ്ടും ഐഡിയൽ സൊല്യൂഷൻ മേക്ക് ചെയ്തു അറ്റ് 300 Kelvin. 300 Kelvin. ഓക്കെ. The vapor pressure of the solution containing 1 mole of X, Xൻ്റെ number of moles 1 mole, and 3 mole of Y, 3 mole of Y is 550 mmHg. അതായത് ഇവിടെ എക്സും വൈയും കൂടി മിക്സ് ചെയ്തു. 1 mole എക്സും 3 mole വൈയും കൂടി മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം ടോട്ടൽ പ്രഷർ കിട്ടി 550 mmHg. 1 mole എക്സും 3 mole വൈയും മിക്സ് ചെയ്ത് സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചു 550 mmHg. At the same temperature, if 1 mole of Y is further added,
to this solution. 1 mole of y സെയിം ടെമ്പറേച്ചറിൽ വീണ്ടും ആഡ് ചെയ്തു. അപ്പോൾ y എത്രയായി? 4 മോൾ. ഓക്കെ. ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇൻക്രീസസ് ബൈ 10 mmHg. അപ്പോൾ സെക്കൻഡ് കേസിൽ പറയുന്നത് 1 മോൾ y എക്സ്ട്രാ ആഡ് ചെയ്തു. 1 മോൾ ഓഫ് y എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ് ഇനീഷ്യലി 1 മോൾ തന്നെ, എക്സ് 1 മോൾ തന്നെ, y ടോട്ടൽ എത്രയായി? 4 മോളായി. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പ്രഷർ 10 mm ഇൻക്രീസ് ചെയ്തു. 10 mm ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ 560 mmHg ആയി. 560 mmHg ആയി. Then the vapor pressure of x and y in the pure states will be. പ്യുവർ സ്റ്റേറ്റിലെ എക്സിൻ്റെയും വൈയുടെയും വേപ്പർ പ്രഷർ, അതായത് P0 എക്സ് കണ്ടുപിടിക്കണം, P0 വൈ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? 300 കെൽവിനിൽ 1 മോൾ എക്സും 3 മോൾ വൈയും മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്തു. ആ സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ കിട്ടി 550 mmHg. ദെൻ ഒരു 1 മോൾ വൈ എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ പ്രഷർ ഒരു 10 mm ഇൻക്രീസ് ചെയ്തു. 10 mm ഇൻക്രീസ് ചെയ്തു, 560 mm ആയി. അങ്ങനെയാണെങ്കിൽ P0 എക്സ് P0 വൈ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് വേപ്പർ പ്രഷർ പ്യുവർ കമ്പോണൻറ്റ് എക്സ്, വേപ്പർ പ്രഷർ പ്യുവർ കമ്പോണൻറ്റ് വൈ. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ പ്രഷർ, പ്യുവർ കമ്പോണൻറ്റ്, വേപ്പർ പ്രഷറൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? റൗൾസ് ലോ അപ്ലൈ ചെയ്യാം. റൗൾസ് ലോ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു P0 എക്സ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ്. ഇപ്പോൾ ഇവിടെ എക്സും വൈയും എന്നുള്ള ടൈമിലാണ് എഴുതിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 2 എന്നുള്ള ടൈമിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, 1 2. അപ്പോൾ ഇവിടെ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു P10 x1 പ്ലസ് P20 x2. ഓക്കെ, പി ടോട്ടൽ കേസ് 1ൽ പി ടോട്ടൽ 550 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. P10 കണ്ടുപിടിക്കണം. x1 ഞാനിവിടെ 1 ആയിട്ട് എടുത്തത് എക്സ് ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് എക്സ്, നമ്പർ ഓഫ് മോൾസ് എക്സിൻ്റെ 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? വൈയുടെ 3 കൂടി ഉണ്ട്. അപ്പോൾ 1 + 3. അപ്പോൾ ഇവിടെ വരിക 1/4. ദെൻ പ്ലസ് സെക്കൻഡ് കമ്പോണൻറ്റ് P02 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് നമ്പർ ഓഫ് മോൾസ് 3, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 4. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി കേസ് 2ൽ 10 mm ഇൻക്രീസ് ചെയ്തു, 560 ആയി. P10 മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 1, നമ്പർ ഓഫ് മോൾസ് 1 തന്നെ, ചേഞ്ച് ഇല്ല. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അവിടെ ചേഞ്ച് ചെയ്തു. കാരണം y 4 മോളായി. 4 + 1 5 മോൾ. പ്ലസ് P02 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് y ഒരെണ്ണം ഇൻക്രീസ് ചെയ്തു, 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 5. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, ഫ്രാക്ഷൻ കളയാൻ ഫസ്റ്റിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, സെക്കൻഡിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 500 ഇൻറ്റു 4 2000, ദെൻ 2200 വരും. ഇസ് ഈക്വൽ ടു P10 പ്ലസ് 3 P20. ഇക്വേഷൻ 1. ഇക്വേഷൻ 3 നോക്കാം. ദെൻ സെക്കൻഡ് കേസിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2500, then 2800, 60 into 5, 300, 2800, then P10 plus 4 P20, equation 4. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്താൽ ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3 കൊടുക്കാം. അപ്പോൾ ഇവിടെ എത്ര വരും? 600 വരും. 600 is equal to 4 P20 minus 3 P20, that is P20. അപ്പോൾ P20 600 എന്ന് കിട്ടി. ഓക്കെ, ദെൻ P20 വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ P10 ഈക്വൽ ടു 2200 മൈനസ് 3 ഇൻറ്റു P20. അപ്പോൾ 2200 മൈനസ് 3 ഇൻറ്റു 600, 1800, that is 400. അപ്പോൾ P10 400, P20 600. P10
P10 1 x ആയിട്ടാണ് കൊടുത്തത്, that is 400, and P20 600. P20 600. അപ്പോൾ 400 600 അതാണ് ആൻസർ വരിക. 400 600, യെസ്, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇപ്പോൾ 2 ഇക്വേഷൻ എഴുതി, ആ 2 ഇക്വേഷൻ ജസ്റ്റ് സോൾവ് ചെയ്തു, അത്രയേ ഉള്ളൂ. ലെങ്തിയാണ്, പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കമൻറ്റ് ബോക്സിൽ ആരും ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ അറ്റ് 20 degrees Celsius is 17.5 mmHg. Vapor pressure of water at 20 degrees Celsius. If 18 gram of glucose is added to 178.2 gram of water at 20 degrees Celsius, the vapor pressure of the resulting solution will be. അതായത് ഇനീഷ്യലി വാട്ടർ മോളിക്യൂൾ അത് 20 ഡിഗ്രി സെൽഷ്യസിലാണ്, പ്യുവർ വാട്ടർ. ആ പ്യുവർ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ വന്നിരിക്കുന്നു, അതാണ് P10. P10 17.5 mmHg. ദെൻ അതൊരു സൊല്യൂഷൻ മേക്ക് ചെയ്തു. സൊല്യൂഷൻ മേക്ക് ചെയ്യാൻ 18 gram ഗ്ലൂക്കോസ് ആഡ് ചെയ്തു. 18 gram ഗ്ലൂക്കോസ് ആഡ് ചെയ്തു. 18 gram ഗ്ലൂക്കോസ് ആഡ് ചെയ്തപ്പോൾ അതൊരു സൊല്യൂഷനായിട്ട് മാറി. ടെമ്പറേച്ചർ സെയിം 20 ഡിഗ്രി സെൽഷ്യസ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ സൊല്യൂഷൻ മേക്ക് ചെയ്തതിന് ശേഷം കമ്പോണൻറ്റ് 1, അതായത് വാട്ടർ മോളിക്യൂളിൻ്റെ വേപ്പർ പ്രഷർ എത്രയാണ്? P1 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. വേപ്പർ പ്രഷർ ഓഫ് ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ വിൽ ബി P1. ഇപ്പോൾ P10 തന്നിട്ടുണ്ട്, P1 കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അപ്ലൈ ചെയ്യാം. നേരത്തെ ചെയ്തത് തന്നെയാണ്. P10 മൈനസ് P1 ബൈ P10 is equal to x2, that is n2 by n1. P10 തന്നിട്ടുണ്ട് 17.5 minus P1 by 17.5 is equal to number of moles of component 2, 18 gram glucose, given mass 18 by molecular mass 180. Already നേരത്തെ ചെയ്തതാണ് molecular mass of glucose 180. Then water 178.2, given mass 178.2 divided by molecular mass, അത് മോളിലേക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 17.5 is equal to 18 into 18 by 180. 178.2ന് നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം, 180ലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കാൽക്കുലേഷൻ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ക്യാൻസൽ ചെയ്താൽ 10 10 എന്ത് വരും? 1/100 0.01 വരും. ഇപ്പോൾ 17.50 മൈനസ് P1 ബൈ 17.50 ഈക്വൽ ടു 0.01. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 17.50 മൈനസ് P1 is equal to 0.175. ഓക്കെ, ഇപ്പോൾ P1 എന്ത് വരും? P1 റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ 17.50 മൈനസ് 0.175, that is 17.500 മൈനസ് 0.175. അപ്പോൾ ഇവിടെ എന്ത് വരും? 17.325. യെസ്, അപ്പോൾ ആൻസർ 17.325. യെസ്, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? 17.325ലേക്ക് എത്തിയത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതുവരെ ഓക്കെ ആണല്ലോ? അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, at 80 degrees Celsius, the vapor pressure of a pure liquid is 520 mmHg, and that of a pure liquid B is 1000 mm of Hg.
if a mixture solution of A and B boils at 80 degrees Celsius and 1 atmosphere pressure, the amount of A in the mixture is the amount of A in the mixture. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് the vapor pressure of pure liquid A and that of pure liquid B. രണ്ട് ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. ഒന്ന് 520, അടുത്തത് 1000. Then if a mixture of solution A and B boils at 80 degrees Celsius, 1 atmosphere pressure, the amount of A in the mixture is amount of A in the mixture is. അതായത് ഒരു ബീക്കറിൽ രണ്ട് ലിക്വിഡ് ഉണ്ട്, ലിക്വിഡ് എ ആൻഡ് ലിക്വിഡ് ബി. ഓക്കെ, രണ്ട് ലിക്വിഡാണ് ഒരു സൊല്യൂഷനിലുള്ളത്. ദെൻ ഈ സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട് 1 atmosphere. ഇഫ് എ മിക്സർ സൊല്യൂഷൻ എ ആൻഡ് ബി ബോയിൽസ് അറ്റ് 80 degrees Celsius and 1 atmosphere pressure. അപ്പോൾ ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട് 1 atm. Then 1 atm is equal to 760 mmHg. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Then ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു the vapor pressure of pure liquid A, that is P0A തന്നിട്ടുണ്ട് 520 mmHg. Then pure liquid B യുടെ പ്രഷർ P0B തന്നിട്ടുണ്ട് 1000 mmHg. അങ്ങനെയാണെങ്കിൽ amount of A in the mixture is, ഓപ്ഷൻ നോക്കുക, 50 mole percentage, 34 mole percentage, 52 mole percentage, 48 mole percentage എന്ന് പറഞ്ഞാൽ അവിടെ കാണേണ്ടത് മോൾ ഫ്രാക്ഷനാണ്. മോൾ പെർസെൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ മോൾ ഫ്രാക്ഷനാണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടപ്പോൾ എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് എ. ക്ലിയർ ആണോ? ഓപ്ഷനിൽ തന്നിരിക്കുന്നത് മോൾ പെർസെൻറ്റേജ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ. ഏതിൻ്റെ മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ ഓഫ് എ. അപ്പോൾ P0A, P0B, P ടോട്ടൽ ഇത്രയും തന്നിട്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് എ കണ്ടുപിടിക്കുക. ഏതാണ്? റൗൾസ് ലോ അപ്ലൈ ചെയ്യാം. റൗൾസ് ലോ, P ടോട്ടൽ ഇസ് ഈക്വൽ ടു P0A XA പ്ലസ് P0B XB. ടോട്ടൽ 1 atmosphere 760. Then P0A 520 into XA plus P0B 1000 into XB. നമുക്ക് XA ആണ് കാണേണ്ടത്, XA ആണ് കാണേണ്ടത്. P0A 520, P0B 1000. അപ്പോൾ XA in terms of XB എഴുതാം. 760 is equal to 520 XA plus 1000 into XB is equal to 1 minus XA. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 520 XA plus 1000 minus 1000 XA. Then 1000 ടൈംസ് XAയുടെ ടൈംസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. എന്ത് വരും? 1000 XA minus 520 XA is equal to 1000 minus 760. ഇപ്പോൾ ഇവിടെ 520 സബ്ട്രാക്ട് ചെയ്താൽ 480 വരും. 480 XA is equal to 240 വരും. 1000 minus 760, 240. XA is equal to 240 by 480. ക്യാൻസൽ ചെയ്യാം. 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5. പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ 50%. ഓക്കെ, 50%. ഇപ്പോൾ 50% ഓപ്ഷൻ, യെസ്, 50% ഓപ്ഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ എ. യെസ്, കറക്റ്റ്. സൂര്യൻ കമൻറ്റ് ചെയ്ത് കറക്റ്റാണ്. 50 mole percentage. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക. വായിച്ചിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഫോർമുലയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് വരാം. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. A gaseous mixture of
two substances A and B under a total pressure of 0.8 atmosphere is in equilibrium with an ideal liquid solution. The mole fraction of substance A is 0.5 in the vapor phase and 0.2 in the liquid phase. അപ്പോൾ ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്തിട്ടുണ്ട്. ആ സൊല്യൂഷനിൽ കമ്പോണൻറ്റ് എ ഉണ്ട്, കമ്പോണൻറ്റ് ബി ഉണ്ട്. ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്. ആ സൊല്യൂഷൻ മേക്ക് ചെയ്തതിന് ശേഷമുള്ള ടോട്ടൽ പ്രഷർ തന്നിരിക്കുന്നു 0.8 atmosphere. ദെൻ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? The mole fraction of substance A is 0.5 in the vapor phase and 0.2 in the liquid phase. മോൾ ഫ്രാക്ഷൻ എയുടെ തന്നിട്ടുണ്ട്, ഒന്ന് വേപ്പർ ഫേസിലും തന്നിട്ടുണ്ട്, ഒന്ന് ലിക്വിഡ് ഫേസിലും തന്നിട്ടുണ്ട്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ ദ വേപ്പർ ഫേസ് 0.5 and mole fraction of A in the liquid phase, that is solution phase, 0.2. അങ്ങനെയാണെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ് എ ഇസ് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ് എ ഇസ് ദാറ്റ് ഈസ് P0A കണ്ടുപിടിക്കണം. ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്, എക്സ് ഇൻ വേപ്പർ ഫേസ് തന്നിട്ടുണ്ട്, എക്സ് ഇൻ സോളിഡ് ഫേസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ P0A കണ്ടുപിടിക്കുകയാണ്. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ് എ. നേരത്തെ പറഞ്ഞായിരുന്നു, മോൾ ഫ്രാക്ഷൻ വേപ്പർ ഫേസിൽ വന്നു കഴിഞ്ഞാൽ ഡാൽട്ടൺസ് ലോ അപ്ലൈ ചെയ്യുക, മോൾ ഫ്രാക്ഷൻ സൊല്യൂഷൻ ഫേസിൽ വന്നു കഴിഞ്ഞാൽ റൗൾസ് ലോ അപ്ലൈ ചെയ്യുക. ഇവിടെ ഡാൽട്ടൺസ് ലോ, ഇവിടെ റൗൾസ് ലോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. റൗൾസ് ലോ പ്രകാരം PA is equal to P0A into mole fraction of component A in the solution phase. Then Dalton's law, PA is equal to total pressure into mole fraction of component A in the vapor phase. Okay, കണ്ടുപിടിക്കേണ്ടത് P0A ആണ്. ഇപ്പോൾ ഇവിടെ P0A എന്ത് വരും? PA ഡിവൈഡഡ് ബൈ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് A ഇൻ ദ സൊല്യൂഷൻ ഫേസ്. എക്സ് ഇൻ സൊല്യൂഷൻ ഫേസ് തന്നിട്ടുണ്ട്, PA തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് PA കണ്ടുപിടിക്കാം. ടോട്ടൽ പ്രഷർ 0.8 into mole fraction of component A in the vapor phase 0.5. ഇപ്പോൾ ഇവിടെ എന്ത് വരും? 0.4 വരും. 0.8 by 2, 0.4. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.4 by സൊല്യൂഷൻ ഫേസിൽ 0.2. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരും? ദറ്റ് ഈസ് 4 by 2, 2 വരും. ആൻസർ ഇസ് 2. Vapor pressure of pure liquid is 2 atmosphere. 2 atmosphere. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ ചെയ്തത്? ക്ലിയർ ആണോ? റൗൾസ് ലോയും ഡാൽട്ടൺസ് ലോയും അപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. ഓർത്തിരിക്കേണ്ട കാര്യം, മോൾ ഫ്രാക്ഷൻ സൊല്യൂഷൻ ഫേസ് ആണെങ്കിൽ റൗൾസ് ലോ അപ്ലൈ ചെയ്യാം, വേപ്പർ ഫേസ് ആണെങ്കിൽ ഡാൽട്ടൺസ് ലോ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 2. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ക്ലിയർ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് റൂം ടെമ്പറേച്ചർ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് യൂറിയ ഇസ് പ്രിപ്പയർഡ് ബൈ dissolving 0.60 gram of urea in 360 gram of water. If the vapor pressure of pure water at this temperature is 35 mm Hg, then find lowering of vapor pressure will be. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കും lowering of vapor pressure എത്ര. ഏതാണ്, ഏത് റിലേഷനാണ് യൂസ് ചെയ്യേണ്ടത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റിംഗ് lowering of vapor pressure.
Formula P10 minus P1 by P10 is equal to x2. That is equal to n2 by n. അപ്പോൾ ഇവിടുത്തെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താണ്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ P10 മൈനസ് P1. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ P10 മൈനസ് P1 ബൈ P10. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ന്യൂമറേറ്റർ ടേം P10 മൈനസ് P1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പം ഞാൻ ആ ടേമിന് എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, ആ ടേമിന് എക്സ് എന്ന് കൊടുക്കുക. എക്സ് ബൈ P10 is equal to n2 by n1. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ബൈ P10 is equal to n2 by n1. എക്സ് ബൈ P10 പ്യുവർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ. The vapor pressure of pure water at this temperature is 35. അപ്പോൾ P10 തന്നിട്ടുണ്ട് 35 is equal to number of moles of component 2 by number of moles of component 1. Component 2 N2 ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് യൂറിയ ആണ്. യൂറിയ ഗിവൺ മാസ് 0.60 ബൈ യൂറിയ മോളിക്കുലാർ മാസ് തന്നിട്ടില്ല. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. NH2CO NH2 ആണ് മോളിക്കുലാർ ഫോർമുല. അപ്പോൾ ഇവിടെ എത്ര വരും? 14, 2, 12, 16, 12, 2. ഓക്കെ, 16, 18, 28, 34, 40, 14 വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ 16, 32, 48, 50, 60, 60 വരും. Number of molecular mass 60. Then number of moles of component 1 solvent given mass 360 by molecular mass 18. Option C കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നോക്കാം. ഇപ്പോൾ ഇവിടെ എത്ര വരും? 0.60 by 0.60 divided by 60, that is 0.01. And 360 by 18, ഇവിടെ 2 വരും, 20 വരും. ഓക്കെ, 0.01 by 20, 0.01 by 20. X is equal to 35 into 0.01 by 20, 0.07 divided by 4. That is 7 by 4 into 10 raised to minus 2. 7 by 4. 3.7. 1.7. 7 by 4. 1.7 into 10 raised to minus 2. That is 0.017. 0.017. ആൻസർ വരുന്നത് യെസ്, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ആൻസർ ഇസ് ഓപ്ഷൻ സി 0.017. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. എ സൊല്യൂഷൻ ഇസ് പ്രിപ്പയർഡ് ബൈ dissolving 0.6 gram of urea and 1.8 gram of glucose in 100 milliliter of water. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബീക്കറിൽ ഓൾറെഡി 100 milliliter വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. A solution is prepared by dissolving 0.6 gram of urea and 1.8 gram of glucose. 0.6 gram urea add ചെയ്തു, അതുപോലെ തന്നെ 1.8 gram glucose add ചെയ്തു. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എത്ര? ഈ സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ എത്ര? നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ ഇക്വേഷൻ പൈ ഈസ് ഈക്വൽ ടു ZRT ആണ്. പക്ഷെ ഇവിടെ ഒരു സൊല്യൂട്ട് കമ്പോണൻ്റ് അല്ല ഉള്ളത്, രണ്ട് സൊല്യൂട്ട് കമ്പോണൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ടോട്ടൽ ഇസ് ഈക്വൽ ടു osmotic pressure of the first solute component, that is Z1RT, plus osmotic pressure of the second solute component, that is C2RT. That is pi osmotic pressure of urea plus osmotic pressure of glucose solution. Clear ആണോ? അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാം. യൂറിയ സൊല്യൂഷൻ പ്ലസ് ഗ്ലൂക്കോസ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ pi is equal to C1RT plus C2RT. കാരണം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും സെയിം ആണ്, സെയിം സൊല്യൂഷനാണ്. ദെൻ RT പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ Z1 പ്ലസ് C2. C1 is molarity. അപ്പോൾ molarity of component 1, C1, urea. Number of moles of solute divided by volume of solution in liter. അതാണ് molarity. അപ്പോൾ യൂറിയ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് 0.6 divided by molecular mass 60. Then volume of solution in liter 100 milliliter ആണ്. അപ്പോൾ divided by 1000. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 into 10 by 60 into 100. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയാൽ 1/10, that is 0.1. അപ്പോൾ C1 കിട്ടി 0.1. ഇനി C2, number of moles of component divided by volume of solution in liter. Number of moles given mass 1.8 divided by molecular mass of glucose 180. Then 100 milliliter ലിറ്ററിലേക്ക് ആക്കുമ്പോൾ ഡിവൈഡ് ബൈ 1000 മോളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിന്നൊരു 100 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ 180, ബാക്കി ഒരു 10 ഡിവൈഡഡ് ബൈ 180 100. ഇവിടെയും സെയിം വാല്യൂ തന്നെ വരും 0.1. അപ്പോൾ C1 C2 കിട്ടി 0.1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.1 പ്ലസ് 0.1. ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്ന എത്രയാണോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.08206 into temperature 27 degrees Celsius. അപ്പോൾ കെൽവിനിലേക്ക് ആക്കുമ്പോൾ 300 into 0.1 plus 0.1 0.2. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്യാണ്. 0.082, അപ്പോൾ ഇവിടെ 82 into 10⁻³ into 3 into 10⁻², and 2 into 10⁻⁻1. അപ്പോൾ 82 into 3 into 83 into 6 എന്ന് എഴുതാം. 83 into 6 into 10 to the power -4 -2. Okay. A final answer 82 into 6 492 into 10⁻², that is 4.92 approximately. 4.92 approximately. കാരണം ഇവിടെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻസർ എക്സാക്ട് ആൻസറിലേക്ക് തന്നെ വന്നു. ആൻസർ ഈസ് ഓപ്ഷൻ സി, 4.92 അറ്റ്മോസ്ഫിയർ. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ ചെയ്തത്? ഒരു പർട്ടിക്കുലർ വാട്ടറിലേക്ക് യൂറിയ ആഡ് ചെയ്തു, ഗ്ലൂക്കോസ് ആഡ് ചെയ്തു. ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാൻ ഇവിടെ രണ്ട് കമ്പോണൻറ്റിൻ്റെ ഓസ്മോട്ടിക് പ്രഷേഴ്സ് ആഡ് ചെയ്യും. C1RT പ്ലസ് C2RT. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 62 gram ethylene glycol in 250 gram of water is cooled to -10 degrees Celsius. If Kf of water is 1.86, the amount of water separated as ice. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു സൊല്യൂഷനാണ്.
ആ സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ട്? സൊല്യൂഷനിൽ രണ്ട് കമ്പോണൻറ്റ്. അതിലൊന്ന് ഈത്തൈലീൻ ഗ്ലൈക്കോൾ. ഓക്കെ. ദെൻ വാട്ടർ മോളിക്യൂൾ. ഈത്തൈലീൻ ഗ്ലൈക്കോളും വാട്ടർ മോളിക്യൂളും ചേർന്നിട്ടുള്ള ഒരു സൊല്യൂഷനാണ് തന്നിരിക്കുന്നത്. അതിൽ ഈത്തൈലീൻ ഗ്ലൈക്കോൾ എത്രയുണ്ട്? 62 ഗ്രാം ഉണ്ട്. ദെൻ 250 ഗ്രാം വാട്ടർ. 250 ഗ്രാം വാട്ടറാണ് സൊല്യൂഷനിൽ ഉണ്ടായിരുന്നത്. അത് കൂൾ ചെയ്തു എത്രയിലേക്ക് ആക്കി മാറ്റി? -10 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് വാട്ടർ സെപ്പറേറ്റഡ് ആസ് ഐസ്. അതായത് ഈ 250 ഗ്രാമിൽ കുറച്ച് എമൗണ്ട് വാട്ടർ ഐസായിട്ട് മാറി. ഐസായിട്ട് മാറിയ വാട്ടർ എത്രയാണ്? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? 250 ഗ്രാം വാട്ടർ ഉണ്ട്, അതിലൊരു പർട്ടിക്കുലർ എമൗണ്ട് ഐസായിട്ട് മാറി. അപ്പോൾ ആ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. സൊല്യൂഷനാണ്. ഏത് ടൈപ്പ് സൊല്യൂഷനാണ്? ഇവിടെ സൊല്യൂഷനാണ്. സൊല്യൂഷനിൽ വരുമ്പോൾ സോൾവൻറ്റ് അവിടെ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഇവിടുത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ മാസ് ഓഫ് സോൾവൻറ്റ് തന്നിരിക്കുന്നത് ലിക്വിഡ് സബ്സ്റ്റാൻസിൻ്റെ മാസ് ആയിരിക്കും. അതായത് 250 ഗ്രാമിൽ നമുക്കിവിടെ ചെയ്ത് കിട്ടുന്ന മാസ് ഇപ്പോൾ 200 ആണെങ്കിൽ ആ 200 ആയിരിക്കും ലിക്വിഡ് സ്റ്റേറ്റിലുണ്ടാവും. കാരണം സൊല്യൂഷനിൽ അവിടെ സോൾവൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ക്ലിയർ ആണോ? ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും എന്തായിട്ട് മാറിയ? ഐസായിട്ട് മാറി. അപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യാം? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഇക്വേഷൻ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു T0F minus TF is equal to KF into molality. Okay. അപ്പോൾ ഇവിടെ ഡെൽറ്റ ടി എഫ് T0F എത്രയാണ്? പ്യുവർ സോൾവൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ്. ഇവിടെ സോൾവൻറ്റ് എന്താണ്? വാട്ടറാണ്. വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് 0 മൈനസ് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് തന്നിട്ടുണ്ട് -10 ഡിഗ്രി. ഇപ്പോൾ മൈനസ് പ്ലസ് is equal to Kf value 1.86. Then molality, number of moles of solute divided by mass of solvent in kilogram. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 is equal to 1.86. number of moles of solute ഇവിടെ ethylene glycol given mass 62 divided by molecular mass of ethylene glycol. ethylene glycol molecular mass തന്നിട്ടില്ല. ethylene glycol എന്ന് പറഞ്ഞാൽ 2 CH2 ഗ്രൂപ്പിൽ 2 OH ഗ്രൂപ്പുകൾ വരെ. വിസിനൽ ആൽക്കഹോളാണ് ഇഥൈലീൻ ഗ്ലൈക്കോൾ. അതിൻ്റെ അഡ്ജസൻറ്റ് കാർബണിൽ 2 OH ഗ്രൂപ്പ് വരും. അപ്പോൾ ഇവിടെ എത്ര വരും? ടോട്ടൽ കാർബൺ 2 എണ്ണം, ദെൻ ടോട്ടൽ ഹൈഡ്രജൻ 6 എണ്ണം, ടോട്ടൽ ഓക്സിജൻ 2 എണ്ണം, C2H6O2. ഓക്കെ. അപ്പോൾ ഇവിടെ 12 into 2 that is 24 plus 6 plus 32. അപ്പോൾ 62 molecular mass 62 വരും. സെയിം തന്നെ വരും. ഇപ്പോൾ given mass by molecular mass, then mass of solvent in kilogram. അപ്പോൾ നമുക്കിവിടെ W1 കണ്ടുപിടിക്കാം. ഓക്കെ, W1 ഓക്കെ ആണോ? അപ്പോൾ ഫൈനൽ ആൻസർ 10 is equal to 1.86 into 62 by 62 into W1. ഓക്കെ, then അത് ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ W1 is equal to 1.86 by 10. ആൻസർ അക്തർ സി എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സി ആണോ ആൻസർ? സിയിലേക്ക് വരാം. മാസ് ഓഫ് സോൾവൻറ്റ് ഇൻ കിലോഗ്രാം W1 by 1000 ഉണ്ട്. ഇവിടെ 1000 ഇട്ടില്ല. ഇവിടെ into 1000.
ഓക്കെ. ഇപ്പോൾ W1 എന്ത് വരും? 1.86 ഇൻറ്റു 1000 ബൈ 10. ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ എ 186 ഗ്രാം ആണ് കേട്ടോ. 186 ഗ്രാം ഓപ്ഷനിലില്ല. യെസ്, ഇവിടെ യൂസ് ചെയ്ത വാട്ടറിൻ്റെ എമൗണ്ട് ആണ് 186. ഓക്കെ, സൊല്യൂഷനിൽ യൂസ് ചെയ്തിട്ടുള്ള വാട്ടറിൻ്റെ എമൗണ്ട് ആണ് 186. നമ്മൾ ടോട്ടൽ മാസ് എത്രയാണ് ഉണ്ടായിരുന്നത്? 250 ഗ്രാം. 250 ഗ്രാം. എത്ര എമൗണ്ടാണ് ഐസായിട്ട് മാറിയത്? മാസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ മാസ് ഓഫ് വാട്ടർ കൺവേർട്ടഡ് ഇൻ ടു ഐസ് ഓർ സെപ്പറേറ്റഡ് ആസ് ഐസ്. സെപ്പറേറ്റഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ യൂസ് ചെയ്ത് 250 മൈനസ് ഇവിടെ യൂസ് ചെയ്തത് 186. അപ്പോൾ എത്ര വരും? 64 ഗ്രാം വരും. 64 ഗ്രാം. 64 ഗ്രാം. യെസ്, ഓപ്ഷൻ എ. ഇപ്പോൾ സൂര്യൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട് 60. ഓപ്ഷൻ എ കറക്റ്റാണോ? അക്തർ അഹമ്മദ് ഓപ്ഷൻ സി ഈ ക്വസ്റ്റ്യൻ ആണോ കമൻറ്റ് ചെയ്ത്? അതോ പ്രീവിയസ് വൺ? പ്രീവിയസ് വൺ ആയിരിക്കണം. ഓപ്ഷൻ സി പ്രീവിയസ് വൺ കറക്റ്റാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇതുവരെ ചെയ്തത് ഓക്കെ ആണോ? ഇതുവരെ ചെയ്തത് ഓക്കെ ആണോ? ഓക്കെ, എനിവേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ലെക്ചറിൽ കാണാം. ഇപ്പോൾ അടുത്ത ലെക്ചറിൽ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററായിട്ട് വരാം. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഡയറക്റ്റ് ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.